വൈകുന്നേരം ആയപ്പോൾ വീട് വരെ ഒന്ന് പോയാലോ എന്നൊരു ചിന്ത കേട്ടോ. അങ്ങനെ വേഗം ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ബസ്സുള്ളതുകൊണ്ട് എനിക്ക് വീടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആശാ വർക്കർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എയറൂസിൻ്റെ ഐനൂസിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. ഐനൂസ് പിന്നെ ഇവിടുത്തെ അഡ്രസ്സിലായതുകൊണ്ട് എയറൂസിനുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ചാള മുറിക്കുന്നുണ്ട് കേട്ടോ ഉമ്മ കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കാണെങ്കിൽ ഇവിടെ വന്ന് കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ ഒരു വയറുവേദനയും തലവേദനയും തലകറക്കവും ഒക്കെ. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. കുറച്ച് നേരം കിടന്ന് പിന്നെ വീണ്ടും എണീറ്റപ്പോഴത്തേക്കും ബാപ്പതേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തേങ്ങയും അതുപോലെ തന്നെ തക്കാളിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും നാത്തൂനും ചെറുതും കൂടി എവിടെ കൊണ്ട് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഉമ്മതേ തക്കാളിയൊക്കെ എനിക്ക് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ എനിക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വെക്കുന്നുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ തീരെ വയ്യ കേട്ടോ. അപ്പോൾ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ചോറ് കഴിക്കുന്നു പറഞ്ഞു. ഉമ്മയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പെഷ്യൽ മീൻ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇതേ പഴം വാട്ടിയത് കഴിക്കാൻ വേണ്ടി പോവാണേ. എനിക്ക് ഈ പഴം വാട്ടിയത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എടുത്തപ്പോഴത്തേക്കും ദേ ഐനൂസ് ഓടി വന്നിട്ടുണ്ട്. പിന്നെ അതിന് കരച്ചിലായി. അവിടെ ഇരുന്ന് പിന്നെ അവളുടെ പങ്ക് കിട്ടിയിട്ട് അവൾ സ്കൂട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും ബാപ്പയും കൂടി ചോറ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. സാമ്പാറും മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഫുഡ് കഴിക്കാൻ സത്യം പറയാൻ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ചാറൊക്കെ കൂട്ടി ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ആ ഫുഡ് കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഫുള്ള് വൊമിറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലായി, ട്രിപ്പായി, 2-3 ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇരുന്ന് എനിക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല കേട്ടോ. ഡോക്ടറിന് മാത്രം അറിയുള്ളൂ. എന്ത് പെട്ടെന്ന് അറിയില്ല. അതിൻ്റെ ഇടയിൽ ചൊറിച്ചിലും കൂടി വന്നിട്ട് ട്രിപ്പ് ഇടാൻ നേർത്ത്. അങ്ങനെ പിന്നെ വാഗ ഇടങ്ങേറായി. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു പൂരപ്പറമ്പിലുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഷിൻകാക്കയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഐനൂസോടെ കാണുന്നുണ്ട്. അപ്പോൾ അത്രയുള്ളൂ. അടുത്ത വീഡിയോ അടുത്ത വീഡിയോ. ബൈ.